ഖുൽ ഇന്നമ അദ്ഉ റബ്ബി, പറയൂ നബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. ഈ ആയത്ത് വ്യക്തമാക്കുന്നു, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവൻ അള്ളാഹുൽ പങ്കു ചേർത്തു, ശിർക്ക് ചെയ്തു. കാരണം ഈ ആയത്തിൽ നോക്കൂ, റബ്ബ് പറയുന്നത് ഖുൽ ഇന്നമ അദ്ഉ റബ്ബി, ഖുൽ ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. എന്താണ് ആയത്തിൽ നിന്ന് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവുക? അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അവൻ ശിർക്കിലകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് ഇവിടെ ചില ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിയാലും ശിർക്കാവുകയില്ല എന്ന് പറയുന്നത്. ഈ ആയത്ത് നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ ആയത്തിൻ്റെ അർത്ഥം പിന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി പറഞ്ഞോ, ഔലിയാക്കളെ വിളിച്ചു തേടിക്കോളൂ, എന്നെ വിളിച്ചോളൂ, ഈ ആയത്തിന് എതിരാവുകയില്ല എന്ന്? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമായിരുന്നു. കാരണം ഈ ആയത്ത് ഓതുന്ന ആർക്കും മനസ്സിലാകുന്ന അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ അത് ശിർക്കാകും എന്നതാണ്.